ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ സ്ഥിതിഗതികൾ മാറ്റിമറിക്കാൻ കഴിയുന്ന സംസ്ഥാനമായി ബംഗാളിനെ നോക്കേണ്ടി വരും. കാര്യം ഏകാധിപതിയായിരുന്ന മമതയെ ബംഗാൾ കൈയൊഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് വലിയ രീതിയിലുള്ള പൊട്ടിത്തെറി ഉണ്ടാകുന്നു, അല്ലെങ്കിൽ വലിയ പിളർച്ച. തൃണമൂൽ കോൺഗ്രസ് പിളരുന്നു, കോൺഗ്രസിനൊപ്പം വരുമോ, അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിനൊപ്പം തന്നെ തുടരുമോ, അതോ കോൺഗ്രസിനൊപ്പം ചേരുമോ എന്നൊരു ചോദ്യമുണ്ട്. മറുവശത്ത് BJPക്കൊപ്പം പോകുമോ എന്നൊരു ചോദ്യമുണ്ട്. ഈ MLA-മാരെയും MP-മാരെയും ഒക്കെ BJPക്കൊപ്പം കൊണ്ടുപോകാൻ കഴിയുകയാണ് എങ്കിൽ അവിടെ ശിവസേനയ്ക്കുള്ള സ്വാധീനം കുറയുകയും BJPക്ക് കുറച്ചുകൂടി, അല്ലെങ്കിൽ NDA മുന്നണിയിൽ തന്നെ BJPക്ക് കുറച്ചുകൂടി അധികാരം ഉറപ്പിക്കാൻ ആരുടെയും പിന്തുണ, അല്ലെങ്കിൽ ശിവസേനയെ താങ്ങേണ്ടാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തും. അപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ആണ്, അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് പിളർന്നു കഴിഞ്ഞാൽ ബംഗാൾ ആയിരിക്കും തീരുമാനിക്കുക ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇനി ആർക്കൊപ്പം നിൽക്കണം എന്നുള്ളത്. അത് BJPക്കൊപ്പം ആണ് എങ്കിൽ അത് കേന്ദ്രത്തിൽ ഭരണത്തിലിരിക്കുന്ന BJPക്ക് അതൊരു വലിയ, അല്ലെങ്കിൽ തകർക്കാൻ കഴിയാത്ത ശക്തിയാകാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കും. മറിച്ച് ഇന്ത്യ സഖ്യത്തിനും കോൺഗ്രസിനും ഒപ്പമാണെങ്കിൽ പ്രതിപക്ഷം കുറച്ചുകൂടി ശക്തരാകും. പക്ഷെ പ്രതിപക്ഷം ശക്തരാകാൻ ഇപ്പോഴും പ്രതിപക്ഷത്തിനൊപ്പമാണ്, അതുകൊണ്ട് അത് അത്രത്തോളം ഗുണം ചെയ്യില്ല. എന്നാൽ BJPക്ക് ഒപ്പമാണ് എങ്കിൽ അത് ശിവസേനയ്ക്ക് കിട്ടുന്ന തിരിച്ചടിയും BJPക്ക് കിട്ടുന്ന ഒരു അല്ലെങ്കിൽ BJPക്ക് അനുകൂലമായ ഒരു സാഹചര്യം കൂടിയാകില്ലേ? ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം മമതാ ബാനർജിക്കും തൃണമൂൽ കോൺഗ്രസിനും ഇനി ബംഗാൾ രാഷ്ട്രീയത്തിൽ കാര്യമായി ഒന്നും ചെയ്യാനില്ല എന്ന് തന്നെയാണ് ബംഗാളിൽ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. മമതയുടെ MP-മാരിൽ ഭൂരിഭാഗവും പ്രത്യേക ബ്ലോക്കായി NDAക്ക് പിന്തുണ പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അവരുടെ താര MP-മാരെന്ന് വിശേഷിപ്പിക്കുന്ന കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പ്രതിപക്ഷ നിരയെ നയിച്ചിരുന്ന അധീർ രഞ്ജൻ ചൗധരിയെ അടക്കം പരാജയപ്പെടുത്തിയ ആള് യൂസഫ് പത്താൻ അടക്കം BJP ക്യാമ്പിലേക്ക്, അല്ലെങ്കിൽ NDA ക്യാമ്പിലേക്ക് പോകുന്ന സാഹചര്യം, സയോണി ഘോഷ് NDA ക്യാമ്പിലേക്ക് പോകുന്ന സാഹചര്യം, കഗോലി ഘോഷ് NDA ക്യാമ്പിലേക്ക് പോകുന്ന സാഹചര്യം. ഇത്തരത്തിൽ അവരുടെ MP-മാരിൽ ഭൂരിഭാഗം ആളുകളും NDA ക്യാമ്പിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. മമത എന്ത് ചെയ്യണമെന്നറിയാതെ നോക്കി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ബംഗാളിൽ കാണാൻ കഴിയുന്നത്. അത് മാത്രമല്ല, അവരുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ കൂട്ടമായി തൃണമൂൽ കോൺഗ്രസ് വിടുകയാണ്. മമതാ ബാനർജിയുടെ രാഷ്ട്രീയം, തൃണമൂൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയം ബംഗാളിൽ അപ്രസക്തമായി എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇനി മമതയ്ക്ക് പിടിച്ചു